4 ഗോൾഡ് അല്ലേ, 4 ഗോൾഡ് വന്നു. അത് മാത്രമല്ല ഒരു റെക്കോർഡും വന്നു, ഒരു സിൽവറും ഉണ്ട്, 4ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. എന്തൊരു പെർഫോമൻസ് ആണെന്ന് നോക്കിയേ കെ സി ത്രോസിന്റെ. ശ്രീ കെ സി ഗിരീഷ് നമുക്ക് തുടങ്ങുകയാണ്. നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് കൈക്കരുത്തുമായി ഒരു ടീം ഇങ്ങ് വന്നിറങ്ങി മെഡലും കൊണ്ട് മടങ്ങുകയാണ്. കെ സി ത്രോസിന്റെ ചുണ്ടക്കുട്ടികൾ കൈ നിറയെ മെഡലാണ് കേട്ടോ, കൈക്കരുത്ത് മാത്രമല്ല കൈ നിറയെ മെഡലുകളുമായാണ്. 4 ഗോൾഡ് അല്ലേ, 4 ഗോൾഡ് വന്നു. അത് മാത്രമല്ല ഒരു റെക്കോർഡും വന്നു, ഒരു സിൽവറും ഉണ്ട്, 4ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. എന്തൊരു പെർഫോമൻസ് ആണെന്ന് നോക്കിയേ കെ സി ത്രോസിന്റെ. ശ്രീ കെ സി ഗിരീഷ് നമുക്ക് തുടങ്ങുകയാണ്. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് തന്നെ തലേന്ന് എന്നോട് പറഞ്ഞു നാളെ ഒരു റെക്കോർഡ് ഉണ്ടാകും, നാളെ ഒരു മെഡൽ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പ്രവചിക്കുകയാണ്. അത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത എഫേർട്ട് തന്നെയാണ് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ ആത്മാർത്ഥതയാണ് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അവരുടെ ഡെഡിക്കേഷനും ഡിസിപ്ലിനും തന്നെയാണ് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലത്തെ അറിയാലോ, എടുത്തു പറയേണ്ടത് നമ്മുടെ അത്ലറ്റിക്സിൻ്റെ എല്ലാ ചാമ്പ്യൻഷിപ്പുകളും നമ്മൾ നേടിയെടുത്ത ഒരു കാലത്തെയാണ് ഞാൻ ഓർക്കുന്നത്. അത് ഇപ്പോഴും നമുക്ക് ആവുന്നില്ലതാണ്. നമ്മുടെ ഈ 5 കുട്ടികളെ കൊണ്ടുവന്നിട്ട് 4 ഗോൾഡും ഒരു റെക്കോർഡും ഒരു സിൽവറും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എവിടെയാണ് എത്തി നിൽക്കുന്ന അവസ്ഥയാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എല്ലാവരും കരുതലോടുകൂടി നീങ്ങിയാൽ കേരളം പണ്ടത്തേനേക്കാളും ശോഭിക്കുമെന്നുള്ളതാണ് ഉറപ്പ് തരാൻ പറ്റുന്നത് കെ സി ത്രോസിന്. നമ്മൾ മുൻപുള്ള കായിക താരങ്ങൾ, ഇപ്പോഴത്തെ കായിക താരങ്ങൾ എന്നൊക്കെ നമ്മൾ വേർതിരിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. അവരൊക്കെ ഇത് തെരഞ്ഞെടുത്ത് വരിക, അവർക്ക് വേണ്ട പരിശീലനം നൽകുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ്. അതിൽ കൂട്ടിവെപ്പിക്കേണ്ടത് നമ്മുടെ പഴയ കാലത്തെ ആൾക്കാരുടെ ഒരു ത്യാഗവും അവരുടെ അഗ്രസീവായിട്ടുള്ള ടൈപ്പ് സ്വഭാവങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കുട്ടികളും അതുപോലെ വളരെ അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികളുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരുടെ കഴിവുകളെ തിരിച്ചറിയാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. പണ്ട് 1590 ഒരു റെക്കോർഡ് മാത്രം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുപ്രിയ ചെയ്തത് 1740 ഞെട്ടിക്കുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഞെട്ടിക്കുന്നത് കേരളത്തിൽ നിന്ന് എടുത്തിട്ടാണ്. അതുപോലെ 60-ന് മുകളിൽ എല്ലാ റെക്കോർഡും 1.25 കിലോൻ്റെയും 1.5 കിലോൻ്റെതും എല്ലാ ജൂനിയർ സബ് ജൂനിയർ മുതൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് വളരെയധികം ഞെട്ടിച്ചുകൊണ്ട് മുന്നേറിയ സർവാനെ പോലെ താരങ്ങൾ നമ്മുടെ മുമ്പിലാണ് അവതരിച്ചത്. അപ്പോൾ ഇനിയും മീറ്റ് വരും, നമ്മൾ വരും, മെഡൽ എടുക്കും, തിരിച്ചു പോകും. തീർച്ചയായിട്ടും അത് ഇനിയും ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. 4ാം സ്ഥാനം വന്ന പയ്യനെ ചെറുതായി കാണണ്ട, അവൻ അടുത്ത സർവാന്റെ റെക്കോർഡ് അവന്റെ നോട്ടമാണ്. സർവാന്റെ റെക്കോർഡ് ഷോർട്ട് പുട്ടിൽ കാർത്തിക്കിന്റെ നോട്ടമാണ്. അവരെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോയേ പറ്റും. ഓക്കെ, കാർത്തികേ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ? സാറ് ഫുൾ സപ്പോർട്ടാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴും മീറ്റിന് വരുമ്പോഴും, പ്രത്യേകിച്ച് മീറ്റ് വരുമ്പോൾ. ബാക്കി ഞാൻ ഒരു അക്കാഡമിയും അങ്ങനെ കണ്ടിട്ടില്ല. ഓരോ മീറ്റിന് വരുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ഇത്രയും മീറ്റ് നടന്നു ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അത് നിങ്ങളെങ്ങാട്ട് ആത്മവിശ്വാസം സാറിനാ? അതെ. ഓക്കെ സോന, റെക്കോർഡ് കിട്ടി, ആളുകളൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ആഘോഷം തുടങ്ങിയോ? നാട്ടിൽ വളരെ സന്തോഷമാണ് എല്ലാവർക്കും. നാളെ ഒരു വലിയൊരു ഫംഗ്ഷൻ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നല്ല വലിയ പരിപാടി. ഇറങ്ങുന്നത് സ്വീകരണത്തിലേക്കാണ്. അതെ, സ്വീകരണത്തിലേക്കാണ്. എല്ലാവരും വളരെ സപ്പോർട്ടാണ്. സന്തോഷത്തിലേക്കാണ്. ഹാർഡ് വർക്കിന്റെ അവസാനം സന്തോഷത്തിലേക്കാണ്. അച്ഛൻ ഇന്ന് വണ്ടിയായിട്ട് പോയോ? ഇല്ല, കാസർഗോഡല്ലേ വീട്. ഇവിടെ അച്ഛൻ ശരിയാ നമ്മൾ ഇന്നലെ കണ്ടു, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ഇനി അച്ഛന് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണം. നമ്മൾ ഗംഭീരമായിട്ട് ഇനി വലിയ പെർഫോമൻസ് ഒക്കെ നടത്തി നമ്മളെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തങ്ങ് കൊടുക്കണം. ഞാൻ ചെയ്തു കൊടുക്കും, ഉറപ്പ് ചെയ്തു കൊടുക്കും. അതാണ്. ഓക്കെ, പാർവണ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നു മത്സരം. റെക്കോർഡ് കിട്ടിയില്ല, എന്നാലും എന്റെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. ഇനി വർഷങ്ങളുണ്ടല്ലോ, 2 വർഷം പിന്നെ കിടക്കല്ലേ സാറേ മുന്നിൽ? ഉറപ്പായിട്ടും. പാർവണയൊക്കെ ഇപ്പൊ ചെറിയൊരു പ്രോബ്ലത്തിലാണ് അവള് പെർഫോമൻസ് എല്ലാം എടുക്കാനുണ്ടത്രേ, നമ്മുടെ കേരളത്തിന് കാണാനുണ്ടത്രേ. അതാണ് സാറ് പറയുന്നത്. അപ്പം തയ്യാറെടുപ്പുണ്ടല്ലോ? എന്തായാലും സാറാവട്ടെ. തകർത്തല്ലോ. എനിൻ കൊച്ചിയല്ലേ? ഫോർട്ട് കൊച്ചിന്ന് എങ്ങനെ ചെറുവത്തൂർ എത്തി? അതെന്തോ ഒരു ഭാഗ്യമാണ്. എങ്ങനെയോ എത്തിപ്പെട്ട് കെ സി ത്രോസില്.
ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഷോർട്ട് പുട്ടിൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു അഭിമാനിക്കാം നമുക്ക്. 3 വർഷം നമ്മളെല്ലാവരും കൊച്ചിയിലേക്കാണ് നമ്മളെ കണ്ണ്. അവിടെ ലുലുമാളുണ്ട്, മെട്രോ ഉണ്ട്, മെട്രോ ട്രെയിനുണ്ട്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അതാണ് സാക്രിഫൈസ് പറയണല്ലോ, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിക്കും. കൊച്ചിക്കാരി ഹെനിനാണോ കാസർഗോഡുകാരി ഹെനിനാണോ ഇപ്പോൾ? ഇപ്പോൾ കാസർഗോഡാണ്. ഓക്കെ, ഉഷാറാവട്ടെ. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരറ്റത്തുനിന്ന് ഈ കൊച്ചിയിൽ നിന്ന് കേരളത്തിന്റെ ഒരു അറ്റത്തിലേക്ക് പോവാം, പരിശീലനം നടത്തുക, തിരികെ വരിക, മെഡൽ നേടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. താങ്ക് യു. 4 സ്ഥാനമുള്ളൂ. നമ്മൾ പേടിക്കണ്ട, അടുത്തവണ നമ്മൾ ഞെട്ടിക്കും കേട്ടാ. പേര് ഋതുഭേദ്. സാറ് പറയാണ് നിന്നെ നോട്ട് ചെയ്തോ, അടുത്ത തവണ നമ്മൾ അടിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഗോൾഡോടെ റെക്കോർഡോടെ തന്നെ ഞാൻ ചെയ്യും. അത് ഞാൻ തരുന്ന വാക്കാണ്. ഉറപ്പാണ്? ഉറപ്പ്. അടുത്ത മീറ്റിന് ഞാൻ വരും, ഇന്റർവ്യൂ എടുക്കും. ഉറപ്പ്. ഈ ഇന്റർവ്യൂ അന്ന് കാണിക്കുകയും ചെയ്യും. ഇന്ന് ഡേറ്റ് 2025 ഒക്ടോബർ 26 സമയം 7:45. നമ്മൾ പറയുന്നു അടുത്ത തവണ വരും, നമ്മൾ മെഡൽ എടുക്കും, നമ്മൾ വീട്ടിൽ സംസാരിക്കും. അതെ, ഗംഭീരമാണ്. ഇത് കോൺഫിഡൻസ് ആണ് കേട്ടോ. ഉഷാറാവട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ട് രക്ഷിതാക്കള്? വളരെ ഹാപ്പി ആണല്ലോ? വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് നമുക്ക് നേടാൻ സാധിച്ചത്. കുറച്ച് ദൂരം കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ പ്രതീക്ഷകൾ തന്നെയാണ്. അത് ഏറ്റവും നെടുന്നോടായിട്ട് നമ്മുടെ മാഷുള്ളപ്പോൾ കൊച്ചിയിൽ നിന്നല്ല, ഞങ്ങൾ എവിടെ നിന്ന് എത്തും അവിടം വരെ. നിങ്ങന്നൊന്നുമില്ല, നമ്മ എവിടെ എത്തും. അങ്ങനല്ല, ഞങ്ങ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആ ഭാഷ സംസാരിക്കണമെന്ന് എൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അങ്ങനല്ല, നിങ്ങന്നല്ല, നമ്മ എവിടെ എത്തും, നമ്മൾ എവിടെ എത്തും. സോനയുടെ അച്ഛൻ ഹാപ്പി ആണല്ലോ? ഇന്നലെ കണ്ടതിന് വളരെ ഹാപ്പി ആണല്ലോ? അപ്പൊ സന്തോഷമായിട്ട് നിൽക്കുന്നു. അങ്ങേറ്റത്തെ ഒരാൾ കൂടി ഉണ്ട്, എന്നോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. സാർ ജിതേഷ് സാർ. അയ്യോ, ഞാൻ അറ്റത്തേക്ക് പോയതാണ്. ഓക്കെ, ജിതേഷ് സാർ എന്തുണ്ട്? കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പം എത്തിപ്പെട്ട ഒരു വലിയൊരു പുലിന്റെ അടുത്തേക്കാണ്. പുലി പറഞ്ഞാൽ പുപ്പുലി, ഒരു മടയിലേക്കാണ്. ഒരു മടയിലേക്ക്. അതിലൊരു വലിയ പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലി. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികൾ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെയറിങ്ങിലാണ് ഇപ്പം എൻ്റെ മോളെന്നെ പരിക്കിൽ നിൽക്കുമ്പോൾ കോച്ചിൻ്റെ കുറേ വർക്കൗട്ടുകൾ, ഇപ്പോൾ പുഴയിലെ നടത്തം, പൂഴിയിലെ നടത്തം, ഇപ്പോൾ ഹില്ല് ഇപ്പോൾ തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. കോച്ചിൻ്റെ കുറേ ടെക്നിക്സ്, എല്ലാ ടെക്നിക്സും വിജയിച്ചു. സക്സസ് വിജയിച്ചു. സക്സസ് പറഞ്ഞാൽ എന്താ പറയുക, കോച്ച് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമുക്ക്. അപ്പോ ഇതാണ് കേട്ടോ KC ത്രോസ്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, കൈക്കരുത്താണ്, മനക്കരുത്താണ്, എറിഞ്ഞിടാനുള്ള കരുത്താണ്, അതിനപ്പുറത്തേക്ക് മെഡൽ കഴുത്തിലണിയാനുള്ള അവരുടെ സ്വപ്നമാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമായാണ് തലസ്ഥാനത്ത് നിന്ന് വണ്ടി കയറി അങ്ങേ അറ്റത്തേക്ക് കാസർകോട്ടേക്ക് നമ്മുടെ KC ത്രോസിൻ്റെ പിള്ളേർ, മാഷ്, രക്ഷിതാക്കൾ എല്ലാവരും പോകുന്നത്. സാദിഖ് പാറക്കലിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.